കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന്. Hallelujah. That is why it is written in the scripture that when the Holy Spirit come upon you, you shall receive the power. ശരിക്കും ഒന്ന് ആരാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം ദൈവ പൈതലേ. Amen. If you really need to worship, you got to have the power of the Holy Spirit. കേൾക്കുന്ന ഓരോ ദൈവവചനവും നല്ല നിലത്താണ് വീഴുന്നത് എങ്കിൽ അത് ഫലം കായ്ക്കുന്ന ദിവസങ്ങൾ തന്നെയത്രേ. Every word that is spoken here is falling into the right land. It will produce the right fruit. കാരണം എന്തെന്ന് ചോദിച്ചാൽ മത്തായി സുവിശേഷം 3:12 ഇപ്രകാരം പറയുന്നു വീശുമുറം അവന്റെ കയ്യിലുണ്ട് എന്ന്. Amen. Hallelujah. Matthew chapter 3 verse 11. Hallelujah. 3 verse 12. Whose fan is in his hand. കളത്തെ മുറ്റം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ടു ചുട്ടുകളയും ചെയ്യുന്ന ഒരുവന് എന്ന്. Amen. And he will thoroughly purge his floor and gather his wheat into the garner, but he will burn up the chaff with unquenchable fire. ആരെ കുറിച്ചാണ് ദൈവ പൈതലേ പറയുന്നത്? Who is that being mentioned in this verse? ഇവിടെ യേശുവിനെ കുറിച്ചത്രേ പറയുന്നത്. He is talking about Jesus himself. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ച് തന്നെയത്രേ. I mean, it is talking about the work of the Holy Spirit. പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ചത്രേ. Those who are carrying the Holy Spirit, they have got this happening in their life. പരിശുദ്ധാത്മാവിനെ നടക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് സകല ഹല്ലേലൂയ പറ്റും പതിനും വേർതിരിച്ച് മാറ്റി ദൈവം കളപ്പുരയിൽ കൂട്ടിവെക്കുന്ന ഒരു സീസണാക്കി മാറ്റുമത്രേ. Those who are walking with the Holy Spirit, they have got a season to separate, hallelujah, the right wheat and all the purges out. അതുകൊണ്ടത്രേ മർക്കോസിലും ഹല്ലേലൂയ ലൂക്കോസിലും എല്ലാം ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. And this is being repeatedly written in Mark and also in John. എന്നാൽ അവിടെ ഇപ്രകാരം പറയുന്നു, ലൂക്കോസിലേക്ക് വരുമ്പോൾ പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. When it comes up to Luke, and it says that those who have got the ear, let them hear it. ഐഡന്റിഫിക്കേഷൻ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുൻതൂക്കം. Amen. The first priority in our life is to know the identification in Christ Jesus.